അപ്പോൾ ചക്ര സീരീസിൻ്റെ ഡേ 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളാർ പ്ലെക്സസ്, അതല്ലെങ്കിൽ മണിപ്പൂര ചക്ര, സാൻസ്ക്രിറ്റിൽ മണിപ്പൂര ചക്ര എന്ന് പറയും. ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പർ അബ്ഡോമൻ, അതല്ലെങ്കിൽ നേവൽ പോർഷൻ്റെ മേലെ ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ കളർ യെല്ലോ കളറാണ്. ഇതിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് ഫയറാണ്. ഇതിൻ്റെ ബീജമന്ത്ര എന്ന് പറയുന്നത് റമ്മാണ്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോൺഫിഡൻസ്, വിൽ പവർ, ഇതെല്ലാം ഇതിന് ബാലൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഇംബാലൻസ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ആങ്കർ ഉണ്ടാവും, ഷെയിം ഉണ്ടാവും, ഒരു ലോ സെൽഫ് എസ്റ്റീം, നമ്മളുടെ തന്നെ വിൽ പവറിനെ മനസ്സിലാക്കാതിരിക്കുന്ന സിറ്റുവേഷൻസ് നമുക്ക് ഈ ഒരു ചക്ര ഇംബാലൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫിസിക്കൽ ബോഡി പാർട്സ് എന്തൊക്കെയാണ് ഇതിനോട് സംബന്ധപ്പെട്ട് കിടക്കുന്നത്? സ്റ്റമക്ക്, ലിവർ, പാൻക്രിയാസ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, പിന്നെ മെറ്റബോളിസം, ഓൾ ടുഗദർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫിസിക്കൽ ബോഡി പാർട്സാണ്. അതുപോലെ തന്നെ ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചാലാണ്, ഏതൊക്കെ വെജിറ്റബിൾസ് യൂസ് ചെയ്താലാണ് നമുക്കൊരു പരിധി വരെ ഇതിനെ ബാലൻസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ യെല്ലോ കളറായിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സ്, അതായത് ബനാന, ലെമൺ, പിന്നെ ഹോൾ ഗ്രെയിൻസ്, ടർമറിക്, ജിഞ്ചർ, വാം, കുക്ക്ഡ് ഫുഡ്സ്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മളുടെ മണിപ്പൂര ചക്ര ബാലൻസ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നാളെ നെക്സ്റ്റ് ചക്രവുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക്